കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മക്കളൊക്കെ വന്നപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അങ്ങനെ മക്കളെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ഇതാ മോനും മരുമോനും മോളൊക്കെ കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പോയി കൽപ്പറ്റ എത്തി. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചട്ടിച്ചോറ് മതിയെന്നും. മരുമകനും ചട്ടിച്ചോറ് കഴിച്ചു. ബാക്കി എല്ലാവരും ബിരിയാണി കഴിച്ചു. നല്ല അടിപൊളിയാട്ടോ ചട്ടിച്ചോറ്. ചട്ടിച്ചോറ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. അപാര രുചി തന്നെ, ഒന്നും പറയാനില്ല. എനിക്കൊരുപാട് ഇഷ്ടമായി. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഞാനത് ഫുള്ളായിട്ട് കഴിച്ചു. ചോറ് കുറവാണ്, പക്ഷേ കറികൾ മാത്രമേ ഉള്ളൂ അധികം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഓരോരുത്തർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മുന്നിൽ ചിക്കനും ചോറും കണ്ടോ ബോർഡൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു എന്നാൽ പടിഞ്ഞാത്തറ ഡാം കാണാൻ പോവാന്ന്. അങ്ങനെ പോകുന്നൊരു ദൃശ്യമാണ് കേട്ടോ അത്. പോകുന്ന പോക്കിലൊരു കുതിരയെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോസ് എടുത്തു. ഇത് പടിഞ്ഞാത്തറ ഡാമിലേക്ക് ചെല്ലുന്നതിൻ്റെ ഭാഗമാണത്. ഇപ്പോൾ ഉള്ളത് ഡാമിലാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഇങ്ങനൊരു നായിയെ അവിടെ കണ്ടു. അത് ഞങ്ങളുടെ ചുറ്റൊന്നും മാറുന്നില്ല. പക്ഷേ ഞങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവെച്ചില്ല. പക്ഷേ എന്തോ ഒരു നല്ലൊരു ഇണക്കമുള്ളൊരു ഡോഗിനെ പോലെ തോന്നി. എത്ര മനോഹരമാണ്. പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഏഷ്യയിലെ രണ്ടാമത്തെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാമാണ്. ഒരുപാട് പ്രാവശ്യം ഇവിടെ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ ഇത്ര സന്തോഷം തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ മരുമകൻ ഇവിടെ സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് പോയത്. അവരൊരു വഴിക്ക്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു വഴിക്ക്. ഞങ്ങൾ ആവശ്യമായിട്ട് അങ്ങനെ നടന്നു. അവർ 3-4 പേരും കൂടി വേറൊരു വഴിക്ക് പോയി. ആ കയറ്റമുണ്ട്, നല്ലൊരു 1.5 കയറ്റമാണ്. ശരിക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ വയൽപ്രദേശത്തോട് പോകുമ്പോഴേ തോന്നുന്നില്ല. ഇതൊക്കെ പുല്ല് നട്ടുപിടിപ്പിച്ചതാണ്. നല്ലൊരു കയറ്റം കയറിയതാണ്. ഞങ്ങൾ ടോപ്പിലെത്തി. എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ. നോക്ക്, ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായതുകൊണ്ട് കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് അതിൻ്റെ മുകളിലൊക്കെ കയറി അവിടെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് വേഗം വരണം എന്നുള്ള തീരുമാനത്തിലാണ് പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മക്കൾ വരണ്ടേ. അവരവിടെ ചിരിയും കളിയും ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഒരു 2-2.5-3 മണിക്കൂർ ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഇതാണ് ഡാം. വെള്ളം കുറവ്. ഇപ്പോൾ നല്ല വെള്ളമുള്ള ടൈമിനാണെങ്കിൽ അങ്ങോട്ട് കയറ്റി വിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബോട്ടിങ് ഒരു വശം നടക്കുന്നുണ്ട്. കൃത്യം 5 മണിയാകുമ്പോൾ ഈ ടോപ്പിൽ നിന്ന് എല്ലാവരും താഴേക്ക് ഇറക്കും. 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അപ്പത്തിന് വിസിലടിക്കും സെക്യൂരിറ്റി. അന്നേരം നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊള്ളണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിയമം. മഴ ആയതുകൊണ്ട് ആളുകൾ നല്ല കുറവ്. പക്ഷേ ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ആളുകളായിട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളിങ്ങ് പോന്നു വേഗം. പിന്നെ അവിടെ പാമ്പുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. പിന്നെ എനിക്ക് പേടിയാണ്. എനിക്ക് പൊതുവേ പാമ്പിനെ പേടിയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വീഡിയോൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പറയുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ പേടിയുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കും. ഈ ചെറിയ മഴച്ചാറ്റിലും കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കും. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും നോക്കിയില്ല. മക്കളുടെ സന്തോഷമല്ലേ. അങ്ങനെ അവർക്കും വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അതിമനോഹരമായിട്ടുള്ളൊരു ഡാമാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും ഈ സമയത്തൊക്കെ നമ്മളൊരു 3 മണിയാകുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നഷ്ടമൊന്നുമില്ല. 40 രൂപയുള്ളൂ ടിക്കറ്റിന്. എൻ്റെ മോൻ്റെ ഫോട്ടോഷൂട്ടാണത്. അപ്പോൾ അവൻ്റെ കണ്ണട പൊട്ടിപ്പോയി. അപ്പോൾ ആ സങ്കടം പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അവൻ. കണ്ണട പൊട്ടിപ്പോയി, എനിക്ക് കണ്ണട വേണം എന്ന്. മോളാണ് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ. ഈ നിൽക്കുന്നതാണ് മോൻ്റെ കൂട്ടുകാരനാണ് അപ്പക്കുട്ടൻ. ഇതാണ് മരുമകൻ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ കൈയൊക്കെ പൊന്തിച്ച് കാണിച്ച
ഏട്ടനതെല്ലാം നോക്കി ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് സിപ്പ് ലൈൻ കയറാൻ പോവാ ഉണ്ടോ. അത് ഞാൻ പറഞ്ഞു എനിക്ക് സിപ്പ് ലൈൻ കയറണം എന്ന് പറഞ്ഞു. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വേഗം വന്നോളി, നമുക്ക് സിപ്പ് ലൈനിലൊക്കെ കയറിയിട്ട് കയറേണ്ട പോകാൻ സമയത്ത് കയറാം, യാത്ര പോകാം. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു പോകുമ്പോൾ നമുക്ക് നടന്നു പോകണ്ടല്ലോ, അതിലെനിക്ക് അവിടെ എത്താമല്ലോ. ഇത് കണ്ടോ, അവിടുത്തെ ചെടിയിലെ ബുഷ് കണ്ടോ, കുട്ടി എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ മീൻ വളർത്തുന്നുള്ളത്. മീനുകൾ കണ്ട് ജാതി ജാതിയായിട്ട് വരി വരിയായി പോകുന്നത് എന്ത് ഭംഗിയല്ലേ. പല കളറിലുള്ള മത്സ്യങ്ങളെ കാണുമ്പോൾ ഒരുപാടുണ്ട്. ഒക്കെ നമ്മൾ മുകളിലേക്ക് വരെ ഇച്ചിരി താമസമാണെന്ന് തോന്നുന്നു. എന്നാലും ഒരുവിധമൊക്കെ ഇതേമാതിരി ഇങ്ങനെ ഊഞ്ഞാൽ കയറിയിട്ട് കേട്ടോ നമുക്ക്. ഞങ്ങളത് ഊഞ്ഞാലിടാം, അവിടെ അവർ ആടുന്നുണ്ട്. ഞാൻ മീനിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവരൊക്കെ ഊഞ്ഞാലാടി. മീനോ ഞാൻ മീനിൻ്റെ വീഡിയോ എടുക്കാൻ എല്ലാവരും അവിടെ ചെന്ന് ഞാൻ ഊഞ്ഞാലിലാടുന്ന തീരക്കാണ് തീരക്കാണ് സ്വന്തം അങ്ങ് ആടിയാൽ മതി. ഞാനൊന്നും നോക്കിയില്ല. വീഡിയോ ഫോൺ അവിടെ വെച്ച് ബാഗും അവിടെ വെച്ച് ഞാൻ സ്വന്തം ആടി. നല്ല രസമുണ്ട് കേട്ടോ അതിലാടാൻ, വലിയ ഊഞ്ഞാലായതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിലൊക്കെ ഒന്നുകൂടി ചുറ്റിക്കറങ്ങി നടന്ന് എല്ലാ സ്ഥലങ്ങളും കണ്ട് ഡാമിൻ്റെ ഈ ഒരു പരിസരം കൂടി കണ്ടു നോക്കാം. ഓക്കെ, ഇവർക്ക് എത്ര ഫോട്ടോ എടുത്തിട്ടും മതി വരുന്നില്ല, വീഡിയോസ് എടുത്തിട്ടും മതി വരുന്നില്ല. ചിരിയും കളിയുമായി പോയി സമയം പോയത് അറിഞ്ഞിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മളവിടെ എത്തിയപ്പോൾ എല്ലാം മറന്ന് മക്കളുടെ ആ സന്തോഷത്തെ കൂടുമുണ്ടോ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഏട്ടനും വരുമ്പോൾ മക്കളെടുത്ത വീഡിയോസാണ് ഇട്ടത്. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ നമുക്കും അവസരം കിട്ടുള്ളൂ. ഞങ്ങളും നന്നായി എൻജോയ് ചെയ്തു, മക്കളും അതുപോലെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ അവിടുന്ന് കുറേ റീലും കാര്യങ്ങളും പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത്